ടോപ്പിക് എന്ന് പറയുന്നത് പോളിമേഴ്സ്. നമ്മൾ ആദ്യം കണ്ടൻസേഷൻ പറഞ്ഞു. ഇനി പറയാനുള്ളത് റിംഗ് ഓപ്പണിങ്ങിൻ്റെയാണ്. അപ്പോൾ കണ്ടൻസേഷനിൽ സിന്തസിസ് മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫെറോസൈൻ ബേസ്ഡ് എടുത്തു, റിജിഡ് റോഡ് ബേസ്ഡ് എടുത്തു. ഇനി അപ്പോൾ കണ്ടൻസേഷൻ കഴിഞ്ഞു. ഇനി എന്താണ് കുറച്ചും കൂടെ നല്ല മെത്തേഡായിട്ടുള്ള റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ വഴി ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, കണ്ടൻസേഷൻ വഴി ഉണ്ടാക്കുന്ന പോളിമേഴ്സിലൊക്കെ ഒരു മോളിക്കുലർ വെയിറ്റിൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക കൺട്രോൾ ഉണ്ടായിരുന്നു. അതായത് നമുക്കിങ്ങനെ വളരെ കൂടുതൽ മോളിക്കുലർ വെയിറ്റ് ഉള്ള സാധനങ്ങൾ നമുക്ക് കണ്ടൻസേഷൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കുറേ പോളിമറിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ മോളിക്കുലർ വെയിറ്റ് വളരെ കൂടുതലായ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് എക്സീഡ് ചെയ്താൽ മാത്രമേ എക്സിബിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പോളി കണ്ടൻസേഷൻ മെത്തേഡ് നമ്മൾ വളരെ ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള മറ്റുള്ള പോളിമേഴ്സിന് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്താ പറയുക അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇഫക്റ്റീവ് മീൻസ് ഡിഫിക്കൽട്ടി നമുക്ക് ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോണോമേഴ്സിൻ്റെ ഇടയിലുള്ള സ്റ്റോക്കിയോമെട്രി ഭയങ്കര പ്രിസൈസ് ആയിരിക്കണം. അത് കിട്ടാൻ അങ്ങനെ കിട്ടലില്ല കണ്ടൻസേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത്. ഡിഫിക്കൽട്ടി ടു അച്ചീവ് പ്രിസൈസ് സ്റ്റോഷിയോമെട്രി ബിറ്റ്വീൻ മോണോമേഴ്സ്. അതുപോലെ ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള റിയാക്റ്റീവ് ഓർഗാനോമാറ്ററ്റിക് സ്പീഷീസ് ഇല്ലാത്തതും ഒരു കാരണമാണ്. അപ്പോൾ ഈ കണ്ടൻസേഷൻ പോളിമറിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ചെയിൻ ഗ്രോത്ത് പ്രോസസ്സുകൾ വഴി കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ കണ്ടുപിടിച്ചു. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് നമ്മുടെ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ, ROP എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള പോളിമേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിൽ ഹൈ റിയാക്ടിവിറ്റി, പ്രൊപ്പഗേറ്റിംഗ് സ്പീഷീസിന് ചെയിൻ ഗ്രോത്ത് ആണല്ലോ, അപ്പോൾ ഹൈ റിയാക്റ്റീവാണ്. അപ്പോൾ കമ്പൈൻ ചെയ്ത് മോളിക്കുലർ വെയിറ്റ് കൂട്ടാനുള്ളൊരു പോസിബിലിറ്റി റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷന് ഉണ്ട്. അപ്പോൾ അതിൽ ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഇനോർഗാനിക് പോളിമേഴ്സ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതൊക്കെ പോളിസിലോക്സെയിൻ, പോളിഫോസ്ഫസീൻ അതൊക്കെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. പിന്നീട് മെയിനായിട്ട് ഫെറോസിൻ കെമിസ്ട്രിയിൽ അത് ഉപയോഗിച്ചു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൈലിഥിയേറ്റഡ് ഫെറോസിൻ, നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡൈലിഥിയേറ്റഡ് ഫെറോസിൻ്റെ റിയാക്ഷൻ. അതിന് നമ്മൾ ഫ്ലൂറിനേറ്റഡ് സൈക്ലോഫോസ്ഫസിൻ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസ് ആനുലാർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോസ്ഫസിൻ മോളിക്യൂൾ കിട്ടും. ട്രാൻസ് ആനുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിങ്ങിൻ്റെ എക്രോസ് ആയിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുക. അങ്ങനെ ട്രാൻസ് ആനുലാർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഫോസ്ഫസിൻ മോളിക്യൂൾ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടും. ഈ കോമ്പൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആൽക്കോക്സി ഡെറിവേറ്റീവ് ചൂടാക്കി കഴിഞ്ഞാൽ ഈ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ തരും. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. അതിന് ഇപ്പോൾ ഈ റിയാക്ഷന് വേണ്ടിയിട്ട് റിംഗ് ഓപ്പണിങ്ങിൻ്റെ മെയിനായിട്ടുള്ള റിംഗ് ഓപ്പണിങ് നടക്കാനുള്ള മെയിനായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മോളിക്യൂളിൽ കുറച്ച് സ്ട്രെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ റിംഗ് ഓപ്പണിങ് നടക്കുമ്പോൾ സംഭവിക്കും, ഈ സ്ട്രെയിൻ റിലീസാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് റിംഗ് ഓപ്പണിങ്ങുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉള്ളത്. അതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ ഈ സൈക്ലോഫോസ്ഫസിൻ റിങ്ങിൽ റിംഗ് സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നത് റിംഗ് ഓപ്പണിംഗ് വഴിയാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇത്, ഈ മോളിക്യൂളിൻ്റെ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ROP ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ട്രാൻസ് ആനുലാർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഫോസ്ഫസിൻ മോളിക്യൂൾ, ഇതാണ് ആ ഫോസ്ഫസിൻ മോളിക്യൂൾ പി ഡബിൾ ബോണ്ടിന് ഓൾട്ടർനേറ്റീവായിട്ട് വരുന്നത് ക്രോസ് കോവലന്റ് ബോണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ റിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഹീറ്റ് കൊടുത്ത് റിംഗ് ഓപ്പണിംഗ് ആക്കുമ്പോൾ അത് പോളിമറായിട്ട് മാറി. അപ്പോൾ റിംഗ് ഓപ്പണിംഗ് വഴി നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മൾ പറഞ്ഞു ഫെറോസീൻ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ സാധാരണ നമുക്ക് ലോ മോളിക്കുലർ വെയിറ്റ് പോളിമറാണ് ഉണ്ടാവാന്നുള്ളത്. പക്ഷെ ചില പോളിമറേഷൻ ചില മോളിക്യൂളിൻ്റെ ഈ മോളിക്യൂൾ തന്നെ നമ്മൾ ഫെറോസീൻ ബേസ്ഡ് മോളിക്യൂൾ തന്നെ കണ്ടൻസേഷന് പകരം നമ്മൾ എന്ത് ചെയ്തു, റിംഗ് ഓപ്പണിംഗ് വെച്ച് ചെയ്യുന്ന സമയത്ത് മോളിക്കുലർ വെയിറ്റ് കൂടുതലുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 1-ഫെറോസിനോഫെയിൻ എന്ന് പറയുന്നത്. 1-ഫെറോസിനോഫെയിൻ 1 എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ വേണം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 40 lakhs അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഫെറോസിനോഫീൻസ് ഈ 1 or 2 എത്ര വെച്ചാൽ ഫെറോസിനോ മെറ്റല്ല നമ്പറാണ് കേട്ടോ. ഫെറോസിനോഫീൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഹൈ മോളിക്കുലർ വെയിറ്റ്, അതായത് ഫെറോസിനോഫെയിൻ നമ്മൾ മോണോമറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള പോളിമേഴ്സ് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് മനസ്സിലായി. അപ്പോൾ അതിനെന്ത് വേണം, ആദ്യം ഫെറോസിനോഫെയിൻസ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ പ്രിക്കേഴ്സർ, ഈ പോളിമറിൻ്റെ പ്രിക്കേഴ്സർ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ ഈ ഫെറോസീൻ എന്ന് പറയുന്നതിൻ്റെ മോളിക്യൂളിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഫെറോസീൻ മോളിക്യൂളിൽ 2 സൈക്ലോപെൻറ്റാഡൈനൽ റിങ്സ് ഉണ്ടായിരിക്കും.
ആ റിങ്സിൻ്റെ ഇടയിൽ എന്ത് വരും, ഒരു ബ്രിഡ്ജിങ് ഗ്രൂപ്പ് വരുന്ന കേസാണ് നമ്മുടെ എം ഫെറോസിനോഫെയിൻ എന്ന് പറയുന്നത്. ഫെറോസിൻ ഗ്രൂപ്പിൽ 2 സൈക്ലോപെൻറ്റഡൈനിയൽ റിങ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ബ്രിഡ്ജിങ് ഗ്രൂപ്പ് വരുന്നതാണ് എം ഫെറോസിനോഫെയിൻ. അതിൽ എം എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 2 റിങ്ങിൻ്റെ ഇടയിലുള്ള ആറ്റംസ് ഒരെണ്ണം ഉള്ള വെച്ചാൽ 1 ഫെറോസിനോഫെയിൻ, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, അങ്ങനെ. അപ്പോൾ സാധാരണ ഫെറോസീൻ്റെ ഈ ഇൻ്റർ റിങ് സെപ്പറേഷൻ, 2 റിങ്ങുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുമ്പോൾ നമുക്ക് 3.32 ആൻസ്ട്രമാണ് കിട്ടുക. അപ്പോൾ ഇതിനേക്കാളും കുറവ് ലെങ്ത് ഉള്ള ബ്രിഡ്ജാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കും, ഈ മോളിക്യൂളിനൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഈ സൈക്ലോപെൻറ്റഡൈനിയൽ റിങ്സിന് ടിൽറ്റിംഗ് ഉണ്ടായിരിക്കും. അത് ആ 2 റിങ്സുള്ള പ്ലെയിനിൽ ഒരു ചെരിവുണ്ടായിരിക്കും, ടിൽറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിയും, നമുക്ക് പഠിച്ചിട്ടാണ് നമ്മളിത് ഈ മോളിക്യൂളിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ 3 ഫെറോസിനോഫെയിൻസ് എടുത്തു എന്ന് വിചാരിക്കുക. അത് വളരെ ഈസിയാണ് നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ. പക്ഷേ 1 and 2 ഫെറോസിനോഫെയിൻസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് സിന്തസൈസ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലായി. പിന്നീട് റോച്ച്ഫസ് ആൻഡ് കോവർക്കേഴ്സ് കണ്ടുപിടിച്ചതാണ് കണ്ടുപിടിച്ചു നമ്മുടെ ഈ ഇതൊരു എക്സാമ്പിളാണ് കൊടുക്കുന്നത്. 3 എന്താ പറയുക ഫെറോസിനോഫെയിൻ, 3 ഫെറോസിനോഫെയിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിലൊരു ട്രൈസൾഫർ ബ്രിഡ്ജാണ് അവർ കണ്ടുപിടിച്ച മോളിക്യൂള്, ട്രൈസൾഫർ ബ്രിഡ്ജാണ്. അപ്പോൾ 3 ഫെറോസൈൻ എന്ന് പറയുമ്പോൾ ഈ മോളിക്യൂൾ നോക്കാം 3 സൾഫറാണ് ഈ 2 റിങ്ങിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജിങ് ആയിട്ടുള്ള ആറ്റംസ്. അപ്പോൾ നമ്മൾ 3 ഡിനോട്ട് ചെയ്തു. ട്രൈസൾഫർ ബ്രിഡ്ജാണ്, 3 സൾഫറായിട്ടാണ്. സൾഫറായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ മോളിക്യൂളിനെ നമ്മൾ ട്രൈബ്യൂട്ടൈൽ ഫോസ്ഫീൻ വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഈ റിങ് ഓപ്പണിങ് പോളിമറൈസേഷൻ സംഭവിച്ചിട്ട് ഒരു പോളിമർ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് സംഭവിച്ചു, റിമൂവൽ ഓഫ് ഫോസ്ഫീൻ സൾഫൈഡ് കണ്ടോ, ഇവിടെ മൈനസ് ഫോസ്ഫീൻ സൾഫൈഡ് അതേ സമയത്ത് ഓപ്പൺ ചെയ്തതോടുകൂടെ റിമൂവ് ആയി പോവുകയും ചെയ്തു. അപ്പോൾ മെയിനായിട്ട് ഇതിൽ നമ്മുടെ എൻബ്യൂട്ടൈൽ റിങ് ഉള്ളത് കൊണ്ട് ഇതിലിപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂവൻറ്റ് കിടക്കുന്നുണ്ട്. ഈ എൻബ്യൂട്ടൈൽ റിങ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈക്ലോപെൻറ്റൈൽ റിങ്ങിൽ ഉള്ളത് ഈ പോളിമറിനെ സോലുബിൾ പോളിമറാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. പിന്നെ എന്താണ് പിന്നീട് 1 ഫെറോസിനോഫെയിൻ 2 ഫെറോസിനോഫെയിൻ ഒക്കെ പിന്നീട് സ്റ്റഡി ചെയ്തു. പിന്നീട് മറ്റേ മാനേഴ്സ് ആൻഡ് കോവർക്കേഴ്സ് ആണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തു. 3 ഈ റോച്ച്ഫസും മറ്റേത് മാനേഴ്സും 1 ഉം 2 മാനേഴ്സൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പോളിമേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു, മോളിക്കുലർ വെയിറ്റ് നോക്കി. അപ്പോൾ കണ്ടോ അതിൽ വളരെയധികം കൂടുതലാണ്. പിന്നെ PDA എന്ന് പറയുന്ന പോളി ഡിസ്പെർസിറ്റി ഇൻഡെക്സ്, അത് ഞാനൊരു സൈഡിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ക്ലിയർ ആയില്ല, അത് ഫിൽട്ടറായി പോയി. PDA എന്ന് പറഞ്ഞാൽ പോളി ഡിസ്പെർസിറ്റി ഇൻഡെക്സ് MW/Mn ആണ്. മോളിക്കുലർ വെയിറ്റ് ആവറേജ് മോളിക്കുലർ വെയിറ്റ് ബൈ നമ്പർ ആവറേജ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു സാമ്പിളിൻ്റെ ഹെട്രോജനിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടേമാണ് പോളി ഡിസ്പെർസിറ്റി ഇൻഡെക്സ്. എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ്, അതായത് ഹോമോജനിറ്റി പോകുന്നത് എത്രത്തോളം ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എത്രത്തോളം ഹെട്രോജനിറ്റി ഉണ്ടെന്ന് അറിയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1 ഫെറോസിനോഫെയിൻ്റെ സിന്തസിസ് ആണ്. കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിലബസ് വൈസ് നോക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ നമ്മൾ ഡൈലിതിയേറ്റഡ് ഫെറോസീൻസ്, നടുക്കിൽ കാണുന്ന ഡൈലിതിയേറ്റഡ് ഫെറോസീൻസ് എന്ത് ചെയ്തു, PH2SiCl2 ഡൈക്ലോറോ ഡൈഫീനൈൽ സിലൈൻസ് നമ്മൾ THF അല്ലെങ്കിൽ ഹെക്സൈൻ മിക്സറിൽ വെച്ചിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് റോസൻബർഗ് കണ്ടുപിടിച്ചതാണ്. റോസൻബർഗ് ചെയ്ത സമയത്ത് അധികം 1 ഫെറോസിനോഫെയിൻ്റെ ഈൽഡ് ഫോർമേഷൻ സംഭവിച്ചില്ല. പിന്നീട് ഓസ്ബോണും വൈറ്റ്ലിയൊക്കെ എന്ത് സംഭവിച്ചു, റിയാക്ഷൻസൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ലോ ഈൽഡിൽ നമ്മുടെ ഈ മോളിക്യൂൾ കിട്ടി. പക്ഷേ ഇപ്പോൾ ഹെക്സൈൻ മാത്രമായിട്ട് ഉപയോഗിച്ചു, THF ഇല്ലാതെ ഹെക്സൈൻ മാത്രമായിട്ട് ഉപയോഗിച്ച സമയത്ത് നമുക്ക് ലോ ഈൽഡ് കിട്ടില്ല. അപ്പോൾ കിട്ടി. ഇപ്പോൾ 2 പോസിബിലിറ്റിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ലെഫ്റ്റിലും റൈറ്റിലും. അത് ലെഫ്റ്റിൽ THFും കൂടെ ഉപയോഗിച്ചിട്ടുള്ളത്, മറ്റേ THF ഇല്ലാതെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 23% ഈൽഡാണ് കിട്ടിയത്, മറ്റേത് അങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറയുന്നു എന്ന് മാത്രം. പിന്നീട് എന്ത് സംഭവിച്ചു, റിങ്ടൺ അതുപോലെ റൈറ്റൺ ആൻഡ് കോവർക്കേഴ്സ് പിന്നീട് ഇതിൻ്റെ ഫിനൈൽ അല്ലാതെ മീതൈൽ അനലോഗ്, ഡൈമീതൈൽ സിലൈൽ അനലോഗ് 60% ഈൽഡിൽ പിന്നീട് എന്ത് ചെയ്തു, സിന്തസൈസ് ചെയ്തൊക്കെ എടുത്തു.
അപ്പോൾ ഈ 1 ഫെറോസിൻ സിലബസിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? പോളി ഫെറോസിനൈൽ സിലൈൻസ്, പോളി ജെർമെയിൻസ്, പോളി സ്റ്റാനൈൻസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അതൊക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലൊക്കെ 111 ഉള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിന്തസിസ്, ഇതിൻ്റെ സിന്തസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ എഴുതാൻ പറ്റും. സിന്തസിസ് അല്ല, പോളി അല്ലാത്ത അതിൻ്റെ പ്രിക്കേഴ്സർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിലെന്താണ് നമ്മൾ ഈ സ്ട്രെയിൻഡ് ആയിട്ടുള്ള, നമുക്ക് പോളിമർ ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം എന്ത് വേണം? ഈ മോണോമർ ഉണ്ടാക്കണം. അപ്പോൾ ഈ മോണോമർ ഉണ്ടാക്കാനുള്ള പല പല വഴികളാണ് ഇതിൽ പറയുന്നുള്ളത്. അല്ലെങ്കിൽ എം ഫെറോസീൻസ്, സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഫെറോസീൻസ് ഉണ്ടാക്കുന്ന മെത്തേഡ്സ്. അപ്പോൾ ഇതിൽ ഒരു മെറ്റാതെസിസ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. മെറ്റാതെസിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡീകമ്പോസിഷൻ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ്. അതാണ് ഇവിടെ എഴുതിയത്, പക്ഷേ മാഞ്ഞു പോയി. മെറ്റാതെസിസ് റിയാക്ഷൻ ഡബിൾ ഡീകമ്പോസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞാൻ പോളി ഫെറോസിനൈൽ സിലൈൻ, പോളി ജെർമെയിൻസ്, പോളി സ്റ്റാനൈൻസ് ഒക്കെ അതിൻ്റെ ഒക്കെ പ്രിക്കേഴ്സറായിട്ട് ഉള്ള സാധനങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് എഴുതുന്ന സമയത്ത് ഇതും എഴുതാം കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ മെറ്റാതെസിസ് റിയാക്ഷൻ ഓഫ് ഡൈലീതിയോ ഫെറോസിൻ, നമ്മൾ TMED എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെട്രാമീഥൈൽ ഇത്തിലീൻ ഡയമീൻ. നേരത്തെ നമ്മൾ ഉപയോഗിച്ച സെയിം റിയേജൻറ്റ് ഇതിൽ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഓർഗാനോ എലമെൻറ്റ്, ഡൈഹാലൈഡ് പോലത്തെ ഓർഗാനോ എലമെൻറ്റിൻ്റെ ഡൈഹാലൈഡ്, നമ്മൾ ഏത് മെറ്റലാണോ എടുക്കുന്നത് അതിൻ്റെ ഹാലൈഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫ്ലൈ ട്രാപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജഡ് സി പി വരുന്ന ആനയോൺസ്. അതൊരു എക്സാമ്പിളാണ് C5H4 Z C5H4 ബ്രിഡ്ജ് വരുന്ന ഏതെങ്കിലും അതിന് 2- ആനയോൺ വരുന്നത് Fe2 ഹാലൈഡ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമുക്ക് ഒന്നെങ്കിൽ മെറ്റാതെസിസ് റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്ലൈ ട്രാപ്പ് അപ്രോച്ച്, ഏത് വഴി വേണമെങ്കിലും നമുക്ക് ഇതുപോലുള്ള N അല്ലെങ്കിൽ M ഫെറോസിനോഫെയിൻസിനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ആകെ കൂടെ ഒരു സമ്മറിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് 2 ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അവയുടെ ടിൽറ്റ് ആംഗിൾ ആൽഫ, അതുപോലെ UV വിസിബിൾ അബ്സോർപ്ഷൻ മാക്സിമ, ലാംഡ മാക്സ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നടുക്കിലാണ് നമ്മുടെ ഡൈലിതിയേറ്റഡ് ഫെറോസിൻ ഉള്ളത്. ഈ ഡൈലിതിയോ ഫെറോസിൻ ഉള്ളത് TMDA വെച്ചിട്ടുള്ള റിയാക്ഷനാണ്, അതിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഏതാണോ, ഏത് മെറ്റലിൻ്റെ ഡൈഹാലൈഡ് ആണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ്. ഇതിൽ കുറേ ഉണ്ട്. മെയിനായിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് നമ്മുടെ സിലിക്കൺ, ടിന്ന്, അതുപോലെ ജെർമേനിയം, ഈ 3 പഠിച്ചാൽ മറ്റേ പോളി ഈ സംഭവങ്ങളുടെ പ്രിക്കേഴ്സറായിട്ട് നമുക്ക് അതിൻ്റെ സിന്തസിസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ബാക്കിയും പറ്റുന്ന പോലെ പഠിക്കുക. ഈ 3 എന്തായാലും പഠിക്കുക. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് സിലൈൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. എന്ത് സംഭവിച്ചു? സിലിക്കൻ്റെ ഹാലൈഡ് എടുത്തു, Cl2 എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടത്തിൽ ആൽഫ വാല്യൂ ഉണ്ട്, ലാംഡ മാക്സ് വാല്യൂ ഉണ്ട്. അതേപോലെ എന്ത് ചെയ്തു? ജെർമേനിയം എടുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. ബ്രിഡ്ജിങ് ആയിട്ട് ആറ്റം വരും. ഇപ്പോൾ ഇതൊക്കെ 1 വിടുക, 1 ഫെറോസിനോഫീനാണ് വിടുക. ടിന്നാണെങ്കിൽ ടിന്ന് ഏതാ വെച്ചാൽ അങ്ങനെ. പിന്നെ മീതേൽ ഗ്രൂപ്പ് ഏതാ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വെച്ചാൽ അങ്ങനെ. ഇപ്പോൾ സിന്തസിസ് പഠിക്കണം. നമ്മൾ സിന്തസിസ് ആണ് ആദ്യം നോക്കുന്നത്. പിന്നെ മിക്കവാറും ഈ 1 ഫെറോസിനോഫെയിൻസ് പറയുന്ന എയർ സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആയിരിക്കും. UV വിസിബിൾ NMR സ്പെക്ട്രോസ്കോപ്പിയിലെ ക്യാരക്ടറിസ്റ്റിക്സ് പീക്ക് ഉണ്ടായിരിക്കും. 440 നാനോമീറ്റർ പീക്കാണ് കാണിക്കുന്നത്. ഒരു ബാത്തോക്രോമിക് ഷിഫ്റ്റ് അണ്ടർഗോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. 500 നാനോമീറ്റർ വരെ കാണിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടോൺ NMR എടുക്കുന്ന സമയത്ത് നമുക്ക് വെൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള 2 സിഗ്നൽ കിട്ടും, അൺസിമെട്രിക്കൽ ട്രിപ്ലറ്റ് ആയിട്ട്. ഈ 2 സിഗ്നൽ എന്തായിരിക്കും? 2 ഫെറോസിൻ റിങ്ങിൻ്റെ ഇതായിരിക്കും, ടിൽറ്റഡ് ആയിട്ടുള്ള ഫെറോസിൻ റിങ്ങിൻ്റെ പീക്കായിരിക്കും കിട്ടുക 2 പിന്നെ ഇതിൽ നമ്മൾ പിന്നീട് എന്ത് ചെയ്തു? ഫോസ്ഫറസ്, ആഴ്സനിക്, സൾഫർ, ബോറോൺ, കാർബൺ അതിൻ്റെ ഒക്കെ ബ്രിഡ്ജ് ഫെറോസിൻസ് ഉണ്ടാക്കാനൊക്കെ പിന്നീട് ഉപയോഗിച്ചു. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് റിംഗ് ടിൽറ്റ്, അതായത് ആ റിംഗ് എത്രത്തോളം ചെരിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് എന്താണ് ടേംസ് ഓഫ് ടിൽറ്റ് ആംഗിൾ ആൽഫ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതെന്താണ് സംഭവം? ഡൈഹൈഡ്രൽ ആംഗിൾ ബിറ്റ്വീൻ 2 സൈക്ലോപെൻറ്റഡൈനൽ റിങ്സ്, അതായത് 2 റിങ്ങുകൾ തമ്മിൽ എത്ര ഡൈഹൈഡ്രൽ ആംഗിൾ ഉണ്ട്, അതാണ് എത്രത്തോളം ചെരിഞ്ഞിട്ടുണ്ട്, അതാണ് നോക്കുന്ന. ഈ ടിൽറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ മോളിക്യൂൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ടിൽറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണ്, ഒരു ടേബിൾ ഉണ്ട് ഇതിൽ. അതാണ് 2 ഇത് Fe ഫെറോസിൻ എടുക്കുകയാണെങ്കിൽ ഇത് 2 റിംഗ് എന്ന് വിചാരിക്കുക. അവർ തമ്മിൽ ഡൈഹൈഡ്രൽ ആംഗിളാണ് ഈ ആൽഫ എന്ന് പറയുന്നത്, റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ ടേബിളൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ് ഓരോ മോളിക്യൂള് അതിൻ്റെ കമ്പാരിസൺസ് ആണ്. ടിൽറ്റ് ആംഗിൾ നോക്കിയൊക്കെ വ്യത്യാസം.
അപ്പോൾ 1 ഫെറോസിനോഫീൻ, ആദ്യത്തെയും അവസാനത്തെയും 1 ഫെറോസിനോഫീനും പിന്നെ ഇടയിലുള്ളത് 2 ഫെറോസിനോഫീൻസ് ആണ്. 1ഉം 2 എടുക്കുന്ന സമയത്ത് എന്താണ് 4 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇതിനെ നോക്കുക. ഒരെണ്ണം ഇതിൻ്റെ ടിൽറ്റ് ആംഗിൾ, പിന്നെ ആംഗിൾ അറൗണ്ട് എഫ് ഇ ഡെൽറ്റ, അതാണ് ഈ ഡെൽറ്റ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, എഫ് ഇയുടെ അപ്പുറത്തുള്ള ആംഗിൾ, പിന്നെ ലാംഡ മാക്സ് CNMRൻ്റെ പീക്ക് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവസാനം തെർമൽ റിംഗ് ഓപ്പണിങ്ങിന് അല്ലെങ്കിൽ ഏതെങ്കിലും റിംഗ് ഓപ്പണിംഗ് റിയാക്ഷന് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ സാധാരണയായിട്ട് ഈ ടിൽറ്റ് ആംഗിളാണ് മെയിനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് റിംഗ് ഓപ്പണിംഗ് നടക്കില്ലയോ എന്നുള്ളത്. ടിൽറ്റ് ആംഗിൾ 15 ഡിഗ്രിനേക്കാളും മേലെ ആണെങ്കിൽ മാത്രമേ റിംഗ് ഓപ്പണിംഗ് നടക്കുള്ളൂ. അപ്പോൾ ഈ ഫെറോസിനോഫീനിന് കുറച്ചും കൂടെ ടിൽറ്റ് ആംഗിൾ കൂടുതലായത് കാരണം മിക്കവാറും ഈ തെർമൽ റിംഗ് ഓപ്പണിംഗ് ഒക്കെ തരലുണ്ട്. ചില സ്ഥലത്ത് എക്സെപ്ഷൻസ് വരും, കാരണം ഇപ്പോൾ ബൾക്കി സബ്സ്റ്റിറ്റ്യൂവൻസ് വരികയാണെങ്കിൽ സ്റ്റെറിക് ഫാക്ടേഴ്സ് വരും, അങ്ങനെ ബ്രിഡ്ജിങ് എലമെൻറ്റിൽ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരും. ഇപ്പോൾ കുറേ ബ്രിഡ്ജിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 4 മീഥൈൽ ഗ്രൂപ്പാണ് ബ്രിഡ്ജിങ് സിലിക്കണിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, അതിൻ്റെ ടിൽറ്റ് ആംഗിൾ കുറഞ്ഞ് 4.2 ഉള്ളൂ. അപ്പോൾ ഇത് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ നടത്തില്ല. ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ ഉണ്ട്, 15ലും മീതെ ആയതുകൊണ്ട് അതൊക്കെ നടക്കും. ഇതിലിപ്പോൾ 2 ഫെറോസിനോഫീൻ ആണെങ്കിലും ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ പിന്നെ 1 ആണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇത് നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ 2 ഫെറോസിനോഫീൻ്റെ സിന്തസിസ് ഉണ്ട്, അതാണ് ഈ 2 സ്കീമോട് കൊടുത്തിട്ടുള്ളത്. 2 എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് വായിച്ച് നോക്കുക, പറ്റുന്നവർ പഠിക്കുക. രണ്ടും 2 ഫെറോസിനോഫീൻ്റെ സിന്തസിസ് ആണ്, ഈ ഒരു മോളിക്യൂള് റിയാക്ഷനും ഈ ഒരു റിയാക്ഷൻ കേട്ടോ. അപ്പോൾ അതാണ് 1ഉം 2ഉം. 1 ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്, 2 പറ്റുന്ന പോലെ പഠിക്കാം. പിന്നെന്താണ്, ഇനി ഇതിൻ്റെ ഇപ്പം നമുക്ക് പ്രിക്കേഴ്സർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിംഗ് ഓപ്പണിങ് നമുക്ക് നടത്തണം. അപ്പോൾ എന്താണ് റിംഗ് ഓപ്പണിങ് പോളിമറൈസേഷൻ ഓഫ് ഫെറോസിനോഫീൻ. അപ്പോൾ ഈ റിംഗ് സ്ട്രെയിൻ റിലീസ് ആവുന്നത് തന്നെ നമുക്ക് വളരെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. ടിൽറ്റഡ് CP റിങ്സ് എന്താവും ഓപ്പൺ അപ്പ് ചെയ്തിട്ട് പ്ലാനാർ CP റിങ്സ് ആവും. അതുകൊണ്ട് പോളിമറൈസേഷൻ കുറച്ചും കൂടെ ഫേവറബിൾ ആണ്. അപ്പോൾ അതിൽ സിലിക്കൺ ബ്രിഡ്ജ്ഡ് 1 ഫെറോസിനോഫീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പോളി ഫെറോസിനൈൽ സിലൈൻസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ 3 മറ്റ് 2 ചോദിക്കും, ജെർമേനിയും ടിന്നും വരുന്നത് ചോദിക്കുന്നുണ്ട്. പക്ഷേ പോളി ഫെറോസിനൈൽ സിലൈൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിലെ റിയാക്ഷൻസ് കൂടുതലുള്ളത്. ബാക്കി 2 വേറെ ഒരു എക്സ്ട്രാ നോട്ടാണുള്ളത്. അപ്പോൾ ഈ സിലിക്കൺ ബ്രിഡ്ജ്ഡ് 1 ഫെറോസിനോഫീൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സിസ്റ്റം. നമ്മൾക്ക് 3 സിന്തസിസ് അപ്രോച്ചുകളുണ്ട്. ഒരെണ്ണം തെർമൽ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ, പിന്നെ ആനിയോണിക് റിംഗ് ഓപ്പണിംഗ്, പിന്നെ ട്രാൻസിഷൻ മെറ്റൽ കാറ്റലൈസർ റിംഗ് ഓപ്പണിംഗ്. അപ്പോൾ സിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കണ്ടൻസേഷൻ ആയിട്ടും അതിലും സിന്തസിസ് പഠിച്ചിട്ടുണ്ട്, ഇതിലും സിന്തസിസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റരുത്, ഇതിൽ 3 ഉള്ളത്, മറ്റേതിൽ കുറച്ച് അധികം 4 പ്ലസ് മിസലേനിയസും ഉണ്ട്. അപ്പോൾ ടിൽറ്റ് ആംഗിളാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ടിൽറ്റ് ആംഗിൾ കൂടുതലാണെങ്കിൽ നടക്കും, കുറവാണെങ്കിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലൊന്നാമത്തെ എന്താണ് തെർമൽ. ഇപ്പോൾ 3 സിന്തസിസ് മെത്തേഡ് നമ്മൾ പറഞ്ഞു, അതിൽ 3ഉം എക്സ്പ്ലനേഷൻ വേണം. ഒന്നാമത് തെർമൽ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ വേണം, സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ റിംഗ് ഓപ്പണിംഗ് നടത്തുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ടെമ്പറേച്ചർ എന്ത് വേണം എന്നുള്ളത് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. സിലിക്കണുമേയും CP റിങ്ങുമേയുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിനനുസരിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ എത്രയാണ് ആവശ്യമുള്ളതെന്ന് നോക്കുക. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് നമ്മൾ Fe CP2 Si Me2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. ഇപ്പോൾ Fe 2 സൈക്ലോപെൻറ്റഡൈനിൽ റിംഗ് ഉണ്ട്, സിലിക്കൺ 2 മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന എക്സാമ്പിളാണുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ സീൽഡ് പൈറക്സ് ട്യൂബ് ഗ്ലാസിൻ്റെ ഉള്ളിൽ സീൽ ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ ഒക്കെ വാല്യൂ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നമുക്ക് 130 ഡിഗ്രി സെൽഷ്യസിലാണ് നല്ല റിസൾട്ട് കിട്ടുക. ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള പോളിമർ കിട്ടും. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് വാല്യൂ MW 5.2 10⁵ MN 3.4 10⁵ ആണ്. നമ്മൾ MN ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ PDI വാല്യൂ താഴെ കൊടുത്തിട്ടുണ്ട് 1.5 to 2.5 ആണ്. അപ്പോൾ ഇതിലെന്താണ് എക്സലൻറ്റ് തെർമൽ സ്റ്റെബിലിറ്റി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. 350-400 ഡിഗ്രി സെൽഷ്യസ് വരെ കഴിഞ്ഞാലേ വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു എക്സാമ്പിൾ പഠിക്കണം. എല്ലാ എക്സാമ്പിൾസും പഠിക്കണം, എക്സാമ്പിൾസിന് ആണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇതിന് പിന്നെ നമ്മുടെ ഈ സൈസ് ബ്രിഡ്ജിങ് ആറ്റത്തിൻ്റെ സൈസ് നമ്മുടെ ടിൽറ്റ് ആംഗിളിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തെർമൽ ROPനെയും അതിൻ്റെ കണ്ടർഗോ ചെയ്യാനുള്ള ടെൻഡൻസിനെയും എഫക്റ്റ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ പറയാൻ 2 ഫെറോസിനോഫീൻ എടുക്കുന്ന സമയത്ത് Me2 Si Me2 ആണ് നമ്മുടെ ബ്രിഡ്ജിങ് ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. 2 മീഥൈൽ ഗ്രൂപ്പ് 2 സ്ഥലത്തും വരുന്നത്. അത് ROP നമ്മൾ ഈ 340 വരെ ആക്കിയാലും ROP റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ നടക്കില്ല. പക്ഷേ അതേസമയം ഈ
CH2 ബ്രിഡ്ജിങ് ആണ് വരുന്നത് എന്ന് ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, സുഖമായിട്ട് റിംഗ് ഓപ്പണിങ് നടക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹൈ ടിൽറ്റ് ആംഗിൾ ആണ് നോക്കുന്നെങ്കിലും ചില സമയത്ത് പുവർ സോലിബിലിറ്റി ഓഫ് പോളിമർ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ റിയാക്ഷൻ ശരിക്കും നടക്കാണ്ട് വരും. അതായത് ചില ഗ്രൂപ്പുകൾ പെട്ടെന്ന് സോലിബിൾ ആവും, ചില ഗ്രൂപ്പുകൾ സോലിബിൾ ആവില്ല. അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഈ സൈക്ലോപെൻറ്റഡൈനിൽ റിങ്ങിലേക്ക് നമ്മൾ Me3Si അല്ലെങ്കിൽ CH3 അതിലേതെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, സോലിബിലിറ്റി കൂട്ടാൻ പറ്റും. അതിനെ കൂട്ടാൻ പറ്റുന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ് ഈ മോളിക്യൂൾ. ഇപ്പോൾ Me3 കൊടുക്കുന്ന സമയത്ത് 250 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് മോളിക്കുലർ വെയിറ്റ് കൂടുതലുള്ള പോളിമർ കിട്ടി. അതേപോലെ CH3 ഇതിവിടെ, അതായത് സൈക്ലോപെൻറ്റഡൈനിൽ റിങ്ങുമ്പത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്, ബ്രിഡ്ജിങ്ങുമ്പത്തെ അല്ല പറയുന്നത്, അതായത് ഈ മീഥൈൽ ഗ്രൂപ്പ്. അതുപോലെ ESIM3 ബ്രിഡ്ജിങ് വരുന്നത് ഇതാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്തും നമുക്ക് നല്ല റീൽഡിൽ കിട്ടി. ഇനി ഇതിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് തെർമൽ ROP എന്ന് പറയുന്നത് കോ പോളിമറൈസേഷൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സൈക്ലോഫെറോസിനൈൽ സിലൈൻ വെച്ചിട്ട് അതിൻ്റെ കോ പോളിമറായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടെട്രാസിലൈൻ, അതായത് സൈക്ലോഫെറോസിനൈൽ സിലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാ മോളിക്യൂള്, ടെട്രാസിലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വെറുതെ ഫെറോസിൻ ഇല്ലാത്ത വെറുതെ 4 സിലിക്കൺ വെച്ചിട്ട് 4 സൈഡുള്ള മോളിക്യൂൾ, അത് രണ്ടും കൂടെ കോ പോളിമറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിന്തസിസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അത് രണ്ടും ഒരുമിച്ച് നിൽക്കുകയാണ് കോ പോളിമറായിട്ട്. ഈ സെയിം തെർമൽ റിംഗ് ഓപ്പണിംഗ് വെച്ചിട്ടാണ് 130 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് കിട്ടാം നല്ല മോളിക്കുലർ വെയിറ്റ് കിട്ടും ചെയ്യും. നമ്മൾ വേറെ കുറേ കോംപ്ലക്സുകളെ പറ്റി പഠിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോംപ്ലക്സാണ് കൊടുത്തിട്ടുള്ളത് FeCp. പിന്നെ FeCpയിൽ ഇത് സൈക്ലോപെൻറ്റഡൈനിൽ റിങ്ങിൽ ഹൈഡ്രജൻ ആണല്ലോ ഉള്ളത്, അതിൽ ഹൈഡ്രജൻ്റെ പകരം മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അങ്ങനത്തെ 2 റിങ്ങുകൾ, ഒരെണ്ണം സൈക്ലോപെൻറ്റഡൈനൈൽ റിങ്, ഒരെണ്ണം ഹൈഡ്രജൻ്റെ പകരം സൈക്ലോപെൻറ്റഡൈനൈലിൽ ഹൈഡ്രജൻ്റെ പകരം മീഥൈൽ ഗ്രൂപ്പ് വരുന്ന റിങ്. അങ്ങനത്തെ 2 റിങ്ങുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരച്ചിട്ടുള്ളത്. പക്ഷേ ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഒരെണ്ണത്തിൽ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്, അത് കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ആ കോംപ്ലക്സിൻ്റെ സ്റ്റഡി നടക്കുന്ന സമയത്ത് നമുക്ക് ചെയിൻ ഗ്രോത്ത് ആണ് അവിടെ നടക്കുന്നത്. മെയിൻ മെക്കാനിസം നമ്മൾ പഠിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്, അതിൽ ചെയിൻ ഗ്രോത്ത് ആണ് നടക്കുന്നത്, നമുക്ക് എവിഡൻസ് കിട്ടി. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റെപ്പാണ്, ഇങ്ങനെ ഒരു മോളിക്യൂളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഹെറ്ററോട്ടിക് ക്ലീവേജ് ഓഫ് ഈ മോളിക്യൂൾ. അതായത് ഈ മോളിക്യൂളും എന്തുണ്ട്, ഇപ്പോൾ ഇതിൽ Fe ഉണ്ട്, സിലിക്കൺ ഉണ്ട്, സിലിക്കണുമ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ഒരു റിങ്ങിൽ നമ്മൾ പറഞ്ഞു സൈക്ലോപെൻറ്റഡൈനൽ റിംഗ് ആണ് ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത്, ഒരു റിങ്ങിൽ ഹൈഡ്രജന് പകരം മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഒന്നുകിൽ SiCp ബോണ്ട് അല്ലെങ്കിൽ SiE5MC ഇതിലേതെങ്കിലും ഒരു ബോണ്ട്, ഒന്നെങ്കിൽ ഈ ബോണ്ട് SiCp ബോണ്ട് അല്ലെങ്കിൽ നമുക്ക് CP എന്നതിനെ വിളിക്കാൻ പറ്റില്ല, കാരണം ഹൈഡ്രജന് പകരം മീഥൈൽ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ആ SiC ബോണ്ട് ഏതെങ്കിലും ഒരു ബോണ്ട് എന്ത് സംഭവിച്ചു, അതിന് ക്ലീവേജ് സംഭവിച്ചിട്ട് ഇതിലിപ്പോൾ ഈ ബോണ്ട് ക്ലീവേജ് സംഭവിച്ച പോലെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ബോണ്ട് റീറ്റെയിൻ ചെയ്തു, ഇവിടെ ക്ലീവേജ് സംഭവിച്ചു. ക്ലീവേജ് സംഭവിക്കുമ്പോൾ സിലിക്കണുമ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടും, എവിടെയാണോ ക്ലീവേജ് സംഭവിച്ചത് ആ റിങ്ങിൻ്റെ ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും. ഞാൻ സർക്കിൾ ചെയ്തതാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ ആ റിങ് ഇപ്പുറത്താണ് നെഗറ്റീവ് ചാർജ് കിട്ടില്ല, കാരണം റിങ് അത്രയും ടിൽറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് റിങ് സ്ട്രെയിൻ ഇപ്പോൾ തന്നെ നേരെ വന്നപ്പോൾ എന്ത് സംഭവിച്ചത്, ഈ നെഗറ്റീവ് ചാർജ് അത്രയും സ്ട്രെയിൻ ഉണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ സിലിക്കണിന് പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്തു, ഒരു കാറ്റോൺ പോലെയാണ്, സിലിക്കൺ സെൻറ്റേഡ് കാറ്റോൺ പോലെയാണ് ഈ മോളിക്യൂൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വേറൊരു ഫെറോസിനോഫെയിൻ മോളിക്യൂൾ ഈ ഒരു ഫെറോസിനോഫെയിൻ മോളിക്യൂൾ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പ്ലസ് ചാർജുമേ ആഡായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളത് പ്ലസ്സും മൈനസും അപ്പുറത്തുണ്ടാവും, ഇടയിൽ ഇങ്ങനെ മോളിക്യൂൾ ആഡായി എന്ത് സംഭവിച്ചു, നമ്മൾ ഈ റിയാക്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തു. ഇതിൽ മെയിനായിട്ട് ഇത് ക്വെഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വാട്ടറോ മെത്തനോളോ പോലെയുള്ള പ്രോട്ടീക് സോൾവെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ക്വെഞ്ച് ചെയ്യണമെങ്കിൽ. ഇതിൽ ഡൈമറിക് സ്ട്രെയിൻ ഫ്രീ സൈക്ലിക് മോളിക്യൂൾസ് ഇതിനുള്ളത്, അതായത് സ്ട്രെയിൻ ഇല്ലാത്ത മോളിക്യൂൾസ് നമുക്ക് ഇതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ മെക്കാനിസം ഇതാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കണം. ഇതിലിപ്പോൾ ടെർമിനേഷൻ സ്റ്റെപ്പാണ്, മെക്കാനിസമാണ് ഇതിലുള്ളത്. ഇതിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പോവും, ഈ മോളിക്യൂൾ ആഡ് ചെയ്ത് ഇങ്ങനെ പോവും. അപ്പോൾ അതാണ് തെർമൽ റിംഗ് ഓപ്പണിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് സിന്തസിസ് എന്താണ്, ആനയോണിക് റിംഗ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുക, അതിൽ ഏതെങ്കിലും ഒരു ആനയോണിക് ഇനീഷ്യേറ്റേഴ്സ് ഇതിൽ പ്രസൻറ്റ് ആവണം. ഇതിൽ നമ്മൾ N-ബ്യൂട്ടൈലിഥിയം എടുക്കാം, ഫെറോസിനൈലിഥിയം എടുക്കാം, ഫിനൈലിഥിയം എടുക്കാം, ഏതെങ്കിലും ഒരു ഇനീഷ്യേറ്റർ എടുക്കാം.
അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫെറോസിനോഫെയിൻസിന് ലിവിങ് പോളിമേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് ഈ റിയാക്ഷൻ നടത്താൻ പറ്റും. ഇതിൽ മോളിക്കുലർ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ വെരി ലോ പോളിഡിസ്പെർസിറ്റി ഇൻഡെക്സും ആണ്, അതും ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ ഇതിലിപ്പോൾ ഒരു ഇതുള്ളത് മെയിനായിട്ട് ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ടിങ് മെറ്റീരിയൽ വെരി ഹൈ പ്യുവർ മീൻസ് ഹൈ പ്യുവർ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ് മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നടത്തിയാലേ നമുക്ക് ഈ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ, അതായത് ഇതിൽ വാട്ടർ അതുപോലെ വാട്ടർ അസിഡിക് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആ റിയാക്ഷനിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും കൂടെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ മോളിക്യൂൾ എടുത്തു, നമ്മുടെ എൻബ്യൂട്ടലിഡിയം എടുത്തു, മോണോമർ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, റിയാക്ഷൻ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് മോളിക്യൂൾ കിട്ടും. ഈൽഡും പി ഡി ഐ വളരെ കുറവുള്ള മോളിക്യൂളാണ് കിട്ടുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്, CP സെൻറ്റേഡ് ഇതിപ്പോൾ ഇതാണ് അതിൻ്റെ മെക്കാനിസം കൊടുത്തിട്ടുള്ളത്. എൻബ്യൂട്ടലിഡിയം വന്ന് അറ്റാക്ക് ചെയ്തു, ഇതുപോലെ നെഗറ്റീവ് ചാർജ് കിട്ടി സൈക്ലോപെൻറ്റഡൈനൽ റിങ്ങും. അപ്പോൾ ആനിയോണിക് ഇനീഷ്യേറ്റർ ആയിട്ട് അത് ആക്ട് ചെയ്യാണ്. ഇതിലേക്ക് പിന്നെ ഫെറോസിനോഫെയിൻ വരുന്ന സമയത്ത് CPയിലാണ് ഇനീഷ്യേഷൻ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രിക്കേഴ്സർ മോളിക്യൂൾ അത് ഫെറോസിനോഫെയിൻ വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്ത സമയത്ത് ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവും. ഇതിൻ്റെ ടെർമിനേഷൻ സ്റ്റെപ്പാണ് ഈ നമ്മൾ ട്രൈമീഥൈൽ ക്ലോറോസിലൈൻ Me3SiCl ഇടുകയാണെങ്കിൽ നമുക്ക് ഈ മോളിക്യൂളിനെ ടെർമിനേഷൻ നടത്താനും പറ്റും. അതായത് ഈ നെഗറ്റീവ് ചാർജും ഈ മോളിക്യൂൾ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പോളിമറൈസേഷൻ നടക്കില്ലല്ലോ. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഉള്ളത് എക്സ്പോസിലുള്ള സ്റ്റാറാണ്. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോളിമറായിട്ട് കമ്പൈൻ ചെയ്ത് പോയി വന്നിരിക്കും. സ്റ്റാറിൽ അവിടെ നിന്ന് പാടാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കും. അപ്പം എന്താണ് ടെർമിനേഷന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന Me3SiCl ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് കോപോളിമേഴ്സിനെയും നമുക്ക് ഈ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മോളിക്യൂൾ കണ്ടില്ല ബ്ലോക്ക് പോലെയാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ കോപോളിമേഴ്സും നമുക്ക് ഈ മെത്തേഡ് വഴി ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തെ സിന്തസിസ് മെത്തേഡാണ് എന്ത്, ട്രാൻസിഷൻ മെറ്റൽ കാറ്റലൈസ്ഡ് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ. ഇതിലെന്താണ് പ്രത്യേകത, എല്ലാം സിലിക്കൺ ബേസ്ഡ് ആണ്, അതായത് പോളിഫെറോസിലൈൻസ് ആണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇത് മൂന്നും എഴുതണം കേട്ടോ, പോളിമറൈസേഷൻ മെത്തേഡ്. സിന്തസിസ് ചോദിക്കുകയാണെങ്കിൽ ഈ മെത്തേഡ് എഴുതാം. മറ്റേ ജെർമേനിയം ടിന്നും ചോദിച്ചാൽ എഴുതണ്ട, ഈ സിലിക്കൺ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിന്തസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 മെത്തേഡ് എഴുതാം. മറ്റേതിന് വേറെ സിന്തസിസ് ഉണ്ട്. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസിഷൻ മെറ്റൽ സോൾട്ടോ കോംപ്ലക്സോ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യും. മെയിനായിട്ട് റോഡിയം, പ്ലാറ്റിനം, പലേഡിയം, PD2, PD0, PT2, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. പിന്നെ എന്താണ് ഇതിൽ റിക്വയർമെൻറ്റ്സ്, ഈ പറഞ്ഞ പോലെ റിക്വയർമെൻറ്റ്സ് ആവശ്യമില്ല. അതായത് നേരത്തെ നമുക്ക് ഹൈ പ്യുവർ ആയിട്ടുള്ള സാധനം വേണമായിരുന്നു പ്രിക്കേഴ്സർ, പക്ഷെ ഇതിലങ്ങനെ പ്യൂരിറ്റീനെ പറ്റി നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൽ കൺട്രോൾ ഓഫ് മോളിക്കുലർ വെയിറ്റിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് ഹൈഡ്രോസിലൈൻസ് ആയിരിക്കും. സിലൈൻസിൽ തന്നെ ഹൈഡ്രജൻ വരുന്ന കേസ്, Et3SiH പോലുള്ള മോളിക്യൂൾ. അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാറ്റിനം മോളിക്യൂൾ റൂം ടെമ്പറേച്ചർ മതി ഇത് ചെയ്തു നമുക്ക് റിംഗ് ഓപ്പണിങ് നടന്നു കിട്ടി. പിന്നെ ഈ റിയാക്ഷൻ കുറച്ചും കൂടി ജനറലാണ്. അതുപോലെ കുറേ സിലിക്കൺ ബേസ്ഡ് ഫെറോസിനോഫെയിൻസിന് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഏത് സബ്സ്റ്റിറ്റ്യൂവൻസ് പല സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നാൽ, ഇപ്പം നമുക്ക് ആൽക്കൈനൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വരികയാണെങ്കിൽ നമ്മൾ കാർസ്റ്റേഡ്സ് കാറ്റലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ സബ്സ്റ്റിറ്റ്യൂവൻസ് അനുസരിച്ച് നമുക്ക് പല ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റിന് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ ഈ ട്രാൻസിഷൻ മെറ്റൽ എന്ത് സംഭവിക്കുന്നു, CP റിങ്ങിൻ്റെയും CP സിലിക്കൺ ബോണ്ടില്ലേ അതിൻ്റെ ഇടയിലേക്ക് ട്രാൻസിഷൻ മെറ്റലിൻ്റെ ഇൻസേർഷൻ നടക്കുന്നു എന്നാണ് ഇതിൻ്റെ മെക്കാനിസം നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഇനീഷ്യേഷൻ സ്റ്റെപ്പ്. പിന്നെ ഇൻസേർഷൻ നടന്ന് എന്ത് സംഭവിക്കും, പോളിമർ ഫോം ചെയ്യും. പിന്നെ ഉള്ളത് ഇതിൻ്റെ പ്രോപ്പർട്ടീസും അപ്ലിക്കേഷനാണ്. ഏതിൻ്റെ പോളിഫെറോസിനൈൻ സിലൈൻസിൻ്റെ പ്രോപ്പർട്ടീസും അപ്ലിക്കേഷനാണ് ഇനിയുള്ളത്. അപ്പോൾ അതിലെന്താണ്, ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ സബ്സ്റ്റിറ്റ്യൂവൻസ് നമുക്ക് ഈ PFS എന്ന് പറഞ്ഞാൽ പോളിഫെറോസിനൈൽ സിലൈൻസ് ആണ്. ഹോമോപോളിമേഴ്സിന് നമുക്ക് എന്താണ് അമോർഫസ് ആയിട്ടുള്ളത് ഉണ്ടാക്കാം, ക്രിസ്റ്റലൈൻ ഉണ്ടാക്കാം, ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ട് സോലുബിൾ ആയിട്ടുള്ളത് ഉണ്ടാക്കാം, അക്വസ് മീഡിയയിൽ സോൾവെൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കാം. പിന്നെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും. പ്രോപ്പർട്ടിയും അപ്ലിക്കേഷനും ഒന്നിച്ചാണ് പറയുന്നത്. പിന്നെ ഇലക്ട്രോ ആക്ടിവേറ്റഡ് റെഡോക്സ് ആക്റ്റീവ് ജെൽസിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഫൈബർ ഫിലിം നാനോപോറസ് മെംബ്രെയിൻസിൽ, പിന്നെ പ്രിക്കേഴ്സർ നാനോ സ്ട്രക്ചേർഡ് മെറ്റൽസ്, പിന്നെന്താണ് റെഡോക്സ് റിയാക്ഷൻ പിന്നെ നമ്മുടെ ബ്ലോക്ക് പോളിമേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കുക. നമ്മളിത് ഉണ്ടാക്കി നമുക്കതിന് നാനോ ലിത്തോഗ്രഫി, നാനോ
കാറ്റലിസ്റ്റ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ക്രോപ്പായി പോയതല്ല, അത്രയേ ഉള്ളൂ നോട്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് റിയാക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സിലൈൻസിൻ്റെ 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 4-5 ടൈപ്പ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 ടൈപ്പ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ പോളിജെർമെയിൻസും പോളിസ്റ്റാനൈൻസും. പോളിജെർമെയിൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R2GeN ടൈംസ്, അങ്ങനത്തെ ഒരു ഫോർമുല ആയിരിക്കും. പോളിജെർമെയിൻസിനെ പറഞ്ഞിട്ടുള്ളൂ. ഓർഗാനോ ജെർമേനിയം കോമ്പൗണ്ട്സ് ആയിരിക്കും ജെർമേനിയത്തുമ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത്. അതുപോലെ തന്നെ പോളിസ്റ്റാനൈൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റാനൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനോ ടിൻ കോമ്പൗണ്ട്സ് R2SN ടൈംസ് വരും. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും മോളിക്യൂൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരും. കുറേ എന്താ പറയുക, ഹെവി എലമെൻസിൻ്റെ ഒക്കെ ബാക്ക് ബോൺ ആയിട്ട് ഈ മോളിക്യൂൾസ് വരുന്നത് കൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ പറയുക, മെയിനായിട്ട് ആദ്യം പറയുന്നത് പോളിസ്റ്റാനൈൻസിൻ്റെ കേസാണ്. 3 മെത്തേഡാണ് അതിൻ്റെ സിന്തസിസ് ഉള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ടിൻ ഡൈക്ലോറൈഡ്സ് എടുത്തു. ഇത് ടിന്നുണ്ട്, 2 ക്ലോറിൻ ഉണ്ട്, പിന്നെ അതിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ്, അതായത് നമ്മൾ വുഡ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ വുഡ്സ് പോലെയുള്ള ഏതെങ്കിലും റിയാക്ഷൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ CL എഴുതിയിട്ട് വെട്ടിയതാണ്, CL ഇല്ല, പോളിമറാണ് കിട്ടുക. അപ്പോൾ പോളി സ്റ്റാനൈൻസ് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ പോളിമർ ഫോമിൽ കിട്ടും. അതാണ് ഒന്നാമത്തെ സിന്തസിസ് മെത്തേഡ്. NaCl ആഡ് ചെയ്തിട്ട് NaCl പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇലക്ട്രോണിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ഇതേ മോളിക്യൂളിനെ പോളിമറാക്കി. ഇതിലും CL ഇല്ലട്ട വെട്ടിയതാണ്. മൂന്നാമത്തെ കാറ്റലിറ്റിക് ഡീഹൈഡ്രോ പോളിമറൈസേഷൻ, അതായത് നമ്മൾ CLന് പകരം H ഉള്ള ടിന്നിൻ്റെ കോമ്പൗണ്ട് എടുത്തു, അതൊന്ന് ഹൈഡ്രജൻ പോയിട്ട് ഇതിൽ വെച്ച് വെട്ടണം. അത് എന്താ മിസ്റ്റേക്ക് വന്നതാണ്. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്താ പറയുക, ഹൈഡ്രജൻ റിമൂവ് ആയിട്ട് പോളിമറായിട്ട് മാറുന്നതാണ് ഇതിൻ്റെ 3 സിന്തസിസ് മെത്തേഡ്. പിന്നെയുള്ളതാണ് പോളിജെർമെയിൻസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സോഡിയത്തിൻ്റെ പ്രസൻസിൽ, ടോളുവിൻ്റെ പ്രസൻസിൽ ജെർമേനിയത്തിൻ്റെ ജെർമേനിയം ഡൈക്ലോറൈഡ്സ് വരുന്ന ഇത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പോളിമർ ഉണ്ടായി. അതേപോലെ തന്നെ നമ്മൾ ട്രൈക്ലോറൈഡ് എടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ക്ലോറിൻ വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവും. അതുപോലെ നമ്മൾ ഈ ട്രൈക്ലോറൈഡിനെ തന്നെ മെഗ്നീഷ്യം ഇലക്ട്രോണിൻ്റെ പ്രസൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് പോളിമറൈസേഷൻ കിട്ടും. അതുപോലെ മെഗ്നീഷ്യം ബാർ THF ചെയ്താലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ മറ്റേ സബ്സ്റ്റിറ്റ്യൂവൻ്റ് 6 വരുന്ന സ്ഥലം ഏതാണോ അതിൽ 6 അങ്ങനെ തന്നെ ഇരിക്കും. ക്ലോറിൻ എവിടെ ഇപ്പോൾ ട്രൈക്ലോറൈഡ് എടുക്കുന്ന വെച്ചാൽ 3 സ്ഥലത്തും ജെർമേനിയം ഇങ്ങനെ വരും. കണ്ടോ? ഇവിടെ 2 സ്ഥലത്തേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ എന്താ പറയുക, പോളിമറിൻ്റെ ഈ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഈ ബോണ്ട്. ഇവിടെ ആണെങ്കിൽ 6 ഉള്ള സ്ഥലത്ത് ഒഴിച്ച് ബാക്കി ക്ലോറിൻ വന്ന 3 സ്ഥലത്തും പുതിയ ബോണ്ട് ഫോർമേഷൻ നടക്കും. ഇവിടെ 2 6 അപ്പോൾ 2 സ്ഥലം അങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ടെട്രാക്ലോറൈഡ് ആണ്. അപ്പോൾ 4 സ്ഥലത്തും നമുക്ക് പോളിമറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഗാനോ ലിഥിയം ഉപയോഗിച്ചിട്ട് ഉള്ളതാണ് വേറൊരെണ്ണം. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇതിൻ്റെ ജെർമേനിയം നമ്മൾ നോക്കുന്ന സമയത്ത് ജെർമേനിയം സിലിക്കണൊക്കെ എന്താണ് ഒരേ ടൈപ്പാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത്. അതായത് മറ്റേ ജെർമേനിയം എന്ന് പറയുന്നത് സിലിക്കണിൻ്റെ താഴെയാണല്ലോ, സിലിക്കൺ ജെർമേനിയം ആണല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? പോളിജെർമെയിൻസിന് പോളിസിലൈൻസിൻ്റെ ഏകദേശം അബ്സോർപ്ഷൻ സ്പെക്ട്രമൊക്കെയാണ് കിട്ടുക. അപ്പോൾ അതുപോലെ ഇവരുടെ ജി ബോണ്ട് ലെങ്ത്, SI ബോണ്ട് ലെങ്ത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഏകദേശം സിമിലർ ടു സിലൈൻസ് ആണ് ജെർമേനിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുക, അതായത് അബ്സോർപ്ഷൻ സ്പെക്ട്ര കാണിക്കുക. അതേസമയം ടിൻ എടുക്കുന്ന സമയത്ത് പോളി ഡൈബ്യൂട്ടൈൽ സ്റ്റാനൈൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാനൈൻസോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം ഇവരുടെ ആയിട്ട് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ലോങ്ങറാണ്, 390 നാനോമീറ്റർ ഒക്കെ കിട്ടും. പിന്നെ റിമാർക്കബിൾ റെഡ് ഷിഫ്റ്റ് കാണിക്കും പോളിസ്റ്റാനൈൻസ്, അതിൽ കോൺജുഗേഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ അബ്സോർപ്ഷൻസ് മാക്സിമ 480 നാനോമീറ്റർ വരെ പോവും ഇപ്പോൾ പോളി ഡൈ അരൈൽ സ്റ്റാനൈൻസ് ഉപയോഗിക്കുന്ന സമയത്ത്. അരൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് വരുന്ന സമയത്ത്. ഡൈഫിനൈൽ സ്റ്റാനൈൻസ് ഒക്കെ വരുന്ന സമയത്ത് കേട്ടോ. അരൈൽ എന്ന് പറയുമ്പോൾ അരോമാറ്റിക് ഗ്രൂപ്പ്. പിന്നെ കുറേ റിയാക്ഷനിൽ അത് ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ജെർമൈൻസും സ്റ്റാനൈൻസും ഒപ്റ്റിക്കൽ ഇലക്ട്രിക്കലൊക്കെ പ്രോപ്പർട്ടീസ് കുറച്ചുണ്ട്. അതിൽ ജെർമെയിൻസിന് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ കൂടുതലുണ്ട്. പിന്നെ ഡോപ്പിംഗ് ഓഫ് തിൻ ഫിലിംസ് പോളിഡയൽക്കിൽ സ്റ്റാനൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് SBFI വേപ്പർ വെച്ചിട്ട്. അപ്പോൾ അതാണ് അതിൽ ഹൈ കണ്ടക്ടിവിറ്റി, അങ്ങനെയുള്ള ഡോപ്പിംഗ് ചെയ്തിട്ട് ഹൈ കണ്ടക്ടിവിറ്റി കിട്ടും അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിന്. പിന്നെ
പൊതുവെ ഇറേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റേബിലിറ്റി കാണിക്കും നമ്മുടെ പോളിജെർമേനിയം അല്ലെങ്കിൽ ടിന്ന് വരുമ്പോൾ. പക്ഷെ ഡൈആൽക്കൈൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്ററാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ ഇനോർഗാനിക് ഫിലിംസ്, നമ്മൾ സിൻഡറിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനോർഗാനിക് ഫിലിംസിൻ്റെ സിൻഡറിങ് വഴി ഇനോർഗാനിക് ഫിലിംസ് ഉണ്ടാക്കാനുള്ള പ്രിക്കേഴ്സറായിട്ട് അത് ആക്ട് ചെയ്യും. സിൻഡറിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പൗഡേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലിക്വിഫാക്ഷൻ സംഭവിക്കാതെ ഡയറക്റ്റായിട്ട് കോയലൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക കൂടിച്ചേരും. ഇത് സോളിഡ് അല്ലെങ്കിൽ പോറസ് മാസമായിട്ട് മാറും. ലിക്വിഫാക്ഷൻ സംഭവിക്കാതെ ചൂടാക്കുമ്പോൾ ഡയറക്റ്റായിട്ട് സോളിഡ് അല്ലെങ്കിൽ പോറസ് ആയിട്ടുള്ള മാസ് ആയിട്ട് മാറുന്നതാണ് സിൻഡറിങ്. സിൻഡറിങ് വഴി ഇനോർഗാനിക് ഫിലിംസിൻ്റെ പ്രിക്കേഴ്സറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ജെർമെയിൻസിന്. അപ്പം അത്രയാണ് പോളി, ഫെറോസിനൈൽ, സിലൈൻ, ജെർമെയിൻസ്, സ്റ്റാനൈൻസ്, അതുപോലെ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ.